അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെ വെച്ച് അവസാനിച്ചോ അവിടെ വെച്ച് തുടങ്ങുകയാണ്. ഇതേ ഹോട്ടലിൽ പുറത്തിറങ്ങി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഒമറിനെയാണ്. തന്തയിലാണ് എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത്. ആ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ താമസിക്കുമെന്ന പ്രതീക്ഷയിൽ അവിടെയാണ് പോകുന്നത്. നോക്കാം. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ഗസ്റ്റിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മിസ്രികളുടെ വീട്ടിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും ഒരു സ്വീകരണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഒമറിനെ കാത്തു വെക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒമർ എത്തിയിട്ടുണ്ട്. ഉമറിന്റെ വണ്ടിയാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ഉമർ. അപ്പൊ ഉമറിന്റെ കൂടെ പോവാണ് നമ്മള്. How far it is? Maybe 1.5 hours. How many kilometers from Cairo? Tanda. Maybe 120. 120 കിലോമീറ്റർ. നല്ല ദൂരം കേട്ടാ. 1.5 മണിക്കൂർ എടുക്കും. നേരെ തന്ത 103. 103 കിലോമീറ്റർ. 103 കിലോമീറ്റർ. 2 hours? No, not 2 hours. For you drive maybe 1 hour. Okay. ഓൾറെഡി ഇതിൽ കാണിക്കുന്നത് 1.25 മണിക്കൂറാണ്. ഡ്രൈവ് ചെയ്തിട്ട് 1.5 മണിക്കൂർ എത്തും എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ വില്ലേജ് സാ. Gharbiya. Tanta is It's not a city, not same like this. No, Tanta is city. Sindhi, okay. City of Gharbiya. Gharbiya, okay. But they sleep, they go home early, not like this, not. No, not early. Okay. കൈറോനെ പോലെ ആയിരിക്കില്ല, ചെറിയൊരു ടൗൺ ആണ് തന്ത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ്. അപ്പോൾ നാളെ നമ്മളെ ഖത്തർ പോലെ തന്നെ വെള്ളിയും ശനിയുമാണ് ഇവിടുത്തെ ലീവ്, പബ്ലിക് ഹോളിഡേ. അപ്പോൾ വ്യാഴാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ടുള്ള ട്രാഫിക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നാളെയും ഇതേപോലെ തന്നെ ഈവനിങ്ങിന് നല്ല ട്രാഫിക് ഉണ്ടാവും. നമ്മൾ ഖത്തർ പോലെ തന്നെ ഉച്ചവരെ കിടന്നു തുടങ്ങിയിട്ട് വൈകിട്ട് ഇറങ്ങുന്നത്. നമ്മളിങ്ങനെ കൈറോന്ന് അലക്സാണ്ട്രിയ പോകുന്ന വഴിയാണിത്. പക്ഷെ അലക്സാണ്ട്രിയയിലായിട്ടല്ല പോകുന്നത്. അലക്സാണ്ട്രിയ എത്തുന്നതിന് മുമ്പായിട്ട് തന്ത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എൻ്റെ കൂടെ മുമ്പ് പണിയെടുത്ത ഇസ്ലാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇസ്ലാമിൻ്റെ കസിനാണ് ഒമർ. 1.5 മണിക്കൂറത്തെ യാത്രയാണ് ഇവിടുന്ന് കൈറോന്ന് തന്തയിലേക്ക്. തന്തേന്ന് അലക്സാണ്ട്രിയയിലേക്ക് വീണ്ടും 1.5 മണിക്കൂർ. ഇപ്പോൾ കൈറോന്ന് ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ അലക്സാണ്ട്രിയ പോകുകയാണെങ്കിൽ 3 മണിക്കൂർ. അപ്പോൾ ഇന്ന് രാത്രി അവിടെ താമസിച്ച് അവൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് നാളെ വെള്ളിയാഴ്ച ചുമയും കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നല്ല വയലുകൾ, സൈഡിലൊക്കെ നല്ല നല്ല വയലുകളുണ്ട്, പാടങ്ങൾ. റോഡെല്ലാം എല്ലായിടത്തും 3 വരി 4 വരി പാത. റോഡിന് ലൈനും കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിലും വലിയ റോഡുകളുണ്ട്. നല്ല റോഡുകളാണ്. കുണ്ടുകുയ്യൊന്നല്ല, എല്ലാം നല്ല ഹൈവേ ആണ്. ഫാസ്റ്റ് ട്രാക്ക് ലെഫ്റ്റ്. ഒമർ ഫാസ്റ്റ് ട്രാക്ക് റൈറ്റ്. നമ്മുടെ ഗൾഫിലും മിഡിൽ ഈസ്റ്റിലും ഇവിടെ ഒക്കെ ഫാസ്റ്റ് ട്രാക്ക്. അപ്പൊ എന്നോട് ഇന്നലെ പറഞ്ഞത് വന്ന സമയത്ത് ഇവിടെ ഈജിപ്തിൽ എത്തിയോണ്ട് ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് എപ്പോഴും റൈറ്റ് ആണ്. അത് ഒറിജിനൽ ഇപ്പോൾ ഇവിടെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവന് ഓടിക്കാൻ ഈ ഒരു എന്താ പറയാ ഫ്രീ ലൈൻ ഉണ്ടാവല്ലോ, ആ ലൈൻ പിടിച്ചിട്ട് പോകും. ബസ് ലെഫ്റ്റ് സ്ലോ. റൈറ്റിൽ നല്ല കുറേ വയലും മറ്റേ പാടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ പോവാണ്. ഇപ്പോൾ സമയം 8 മണിയായി. സൂര്യൻ അസ്തമിച്ചു. ഇവിടെ ഒരുപാട് വണ്ടിക്ക് ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടുണ്ട്. അതായത് അടിയിൽ താഴത്തെ ഭാഗത്ത് യൂറോപ്യൻ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ ഈജിപ്ഷ്യൻ നമ്പർ പ്ലേറ്റ് വെച്ചത്. അത് ഫാഷൻ ഡിസൈൻ ആയിട്ടാണോ അതോ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ റോഡിൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, മിഡിൽ ഈസ്റ്റിൽ ഗൾഫിലൊക്കെ കാണാനുള്ള ആ റോഡിലൂടെ അധികം ഈ വലിയ ചരക്ക് വണ്ടികളെല്ലാം പോകുന്നത്. ഒരു ഡിസിപ്ലിൻ തീരെയില്ല, എങ്ങനെ ഓടിക്കണമെന്നൊരു ഇതുമില്ല. അതേ സ്ഥാനത്ത് പോലീസ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ, പോലീസ് അവിടെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ നേരെ അവർ തിരിച്ച് സ്ലോ ട്രാക്കിലോട്ട് പോകും. ഈ ട്രക്കുകളൊക്കെ എല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഹെവി വണ്ടികളൊക്കെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള ഫസ്റ്റ് ലൈനിലാണ് പിടിച്ച് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഇതാണ് ഇസ്ലാം. ഒരു 5 വർഷത്തോളം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം വിട്ടിട്ട് കംസന അഷ്റഫ്സന അൽഹൈൻ അഷ്റഫ്സന ബാത്ത് സാർ. ഓക്കെ, ഒരു 10 വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് ഫാസ്റ്റ് ഫുഡിന് ശേഷം. അപ്പോൾ മൂപ്പറ വീട്ടിൽ ഈ ഒരു ബിൽഡിംഗ് മൊത്തം മൂപ്പറ ഫാമിലിയാണ്. ഏട്ടൻ, അനിയന്മാർ, താഴെ ബ്രദർ, മേലെ ബ്രദർ, ഏറ്റവും മേലെ പുള്ളി താമസിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലെ മജ്ലിസിൽ വന്നിരിക്കുകയാണ്. രാത്രി 9:30 മണിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകുന്നൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഈജിപ്ഷ്യൻ ട്രഡീഷണൽ ഫുഡ്. ഇതിപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നില്ല, നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഇതുണ്ടാവും. എന്തൊക്കെയാണെന്നുള്ള പേര് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. شو اسمك؟ انا ما اعرف. اسمه شنو ما اعرف. مين هذه شو اسمه؟ مين ده لا فيديو بس. فيديو بس. ده ميت كبوس. ده ميت كبوس صح؟ ميت خبز. وبعدين ده ميت عند ايج. اوكي ده شنو؟
حلاوه ما في. حلاوة، أوكي. وبعدين جبنه جبنة اوكي تشيز. اوكي تبقى عادي. اوكي وبعدين بطاطا. بطاطا اوكي بس شنو مشكله. موزاريلا وبعدين تومورو مكبوس عند شي فريش ميت. ما شاء سوا الله سوا باش معلوم ബാർബിക്യൂ ഓക്കെ معلوم ഇൻഷാല്ലാ. നമ്മുടെ ഇസ്ലാമിൻ്റെ വണ്ടിയാണ്. ആള് മാഷാ അല്ലാ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ട് പുള്ളി ഇപ്പോൾ രാത്രി ഇപ്പം 10:30 മണിയായിട്ടുള്ളൂ. കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ വണ്ടി കയറിയിട്ട് പോവാം. പുതിയ വണ്ടി എടുത്ത് മാഷാ അല്ലാ സയ്യാറ ജദീദ് മാഷാ അല്ലാ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നാളെ ബാക്കിയുള്ള കാഴ്ചകളും കാണിക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു നാട്ടിൻപുറമാണ്. ഈ ഒരു സ്ഥലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് പുള്ളിയുടെ കടയാണ്. ഇപ്പോൾ വാടക ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് പുള്ളിയുടെ വീട്. ഈ കട പുള്ളിയുടെ കടയാണ്. വാടക ഇവിടുന്ന് കിട്ടുന്നുണ്ട്. തന്ത എന്ന് പറയുന്നത് ടൗണാണ്. ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ ഇവൻ്റെ വീട്ടിലെത്തി. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം. ആ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ചെറിയ റോഡ്, അത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളിലൊക്കെ ആയിട്ട്. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൈവറ്റ് പാർക്കാണ്. ഇവിടെ പബ്ലിക് പാർക്കുകൾ കുറവാണ്. അതായത് ഇവൻ്റെ വീടിൻ്റെ തന്ത പരിസരത്ത് പബ്ലിക് പാർക്കുകൾ കുറവായതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് കൂടിയിട്ട് ഈ ഇത്തരത്തിൽ പ്രൈവറ്റ് പാർക്കിലാണ് വരുന്നത്. ഇവിടെ മെമ്പർഷിപ്പ് എടുക്കണം. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ലോങ് മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ഇവൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്ലാറ്റൊക്കെ പൈസ കൊടുത്തിട്ട് ലൈഫ് ലോങ് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന അതേ ഒരു സമ്പ്രദായമാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ലൈഫ് ലോങ് മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പോൾ ആഴ്ചയിൽ അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് വന്ന് ഇവർക്ക് ഫാമിലിക്ക് ഇവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നടക്കാവുന്നതാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കുട്ടികൾക്കുണ്ട്, വലിയ ആൾക്കുണ്ട്, ജിമ്മുണ്ട്, പൂളുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസുള്ള ഒരു പ്രൈവറ്റ് പാർക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൈറോന്ന് തന്തയിലോട്ട് വന്നപ്പോൾ ഞാൻ കരുതി തന്ത എന്ന് പറയുന്നത് ഗ്രാമമാണ്, ഗ്രാമപ്രദേശങ്ങളാണ്, എല്ലാവരും പെട്ടെന്ന് നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങുമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. തന്തയിലൊരു മാർക്കറ്റാണ്. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? രാത്രി 12 മണിയാണിപ്പോൾ. കണ്ടില്ലേ, 12:05. ആ 12 മണിക്കടുത്ത തിരക്കാണിത്. വൈകിട്ട് 6 മണി 7 മണി മാക്സിമം നമ്മുടെ നാട്ടിലുള്ള ആ ഒരു തിരക്ക് പോലെ ഉണ്ട്. ഒരാൾക്ക് ഒരു ഉറങ്ങണമെന്നോ ഒരു പേടിയോ കാര്യങ്ങളോ ഇരുട്ടിനെ പേടിയോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഫാമിലിയിലെ ഉമ്മമാരായാലും അമ്മച്ചിമാരായാലും മിഡിൽ ഏജ് കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും എല്ലാവരും ഈസി ഗോയിങ് ഇങ്ങനെ മാർക്കറ്റിൽ പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കണം. ഒരു പ്രശ്നവുമില്ല, ഒരു ടെൻഷനുമില്ല. രാത്രി 12 മണിക്ക് ഇപ്പോൾ തന്ത എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശമാണ്. അല്ലെങ്കിൽ കൈറോന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കൈറോ എന്ന് വെച്ചാൽ ക്യാപിറ്റലാണ് ഈജിപ്തിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ്. എന്താ ലൈഫ്. يجي كل الساعه 10 بالليل. لكن هنا في صيف هنا ما في سمر ما في. شنو من الحين ده ستريت ده ممكن ما بيسكر. ممكن دايركت ممكن نفرات في ستريت دول كلوب 2 كلوب مورنينج. ثاني نفر 3 كلوب مورنينج. ثالث نفر في ستريت ما في. ثاني نفر بيجي 4 كلوب على ഇവരുടെ ലൈഫ് കണ്ടില്ല, ചിൽഡ് ലൈഫാണ്. രാത്രി സമയത്തുള്ളതെന്ന് വെച്ചാൽ 12:15 ഇങ്ങനെ വന്നിട്ട് ഇരിക്കുക, ചായ കുടിക്കുക, കോഫി കുടിക്കുക, ഇരിക്കുക. അത് ഇപ്പം മാത്രമല്ല കേട്ടോ, എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ അമ്മച്ചിമാരും കുട്ടികളും ഫാമിലി എല്ലാം രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ്. ഒരു പ്രശ്നമില്ല. രാത്രി 12 മണി. ഇവിടെ സൂര്യൻ അസ്തമിക്കുന്ന 8 മണിയായാൽ പോലും രാത്രി 12 മണി ഒന്ന് ആലോചിക്കണം. പകല് 6 മണിയാകുമ്പോഴത്തേക്ക് പകല് സുബഹി കൊടുക്കും, നേരം വെളുക്കുകയും ചെയ്യും. സുബഹി സാ 6 മണിയാകുമ്പോഴത്തേക്ക് നേരം വെളുത്ത്. ഇവിടെ ഉറക്കമൊന്നുമില്ല ആൾക്കാർക്ക്. എന്താ ചെയ്യാ. ശരിക്കും ഇത്തരത്തിലുള്ള കാഴ്ച നമ്മൾ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. രാത്രി 1 മണിക്കൊക്കെ കുട്ടികളും മക്കളും ഫാമിലിയും എല്ലാവരും പുറത്തിറങ്ങി നടക്കാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇസ്ലാമിനോട് സംസാരിച്ചു. അവൻ പറഞ്ഞത് വെച്ചാൽ ഇവിടെ ചൂട് കാലമായതുകൊണ്ടാണ് ഇത്തരത്തിൽ. തണുപ്പ് വന്നു കഴിഞ്ഞാൽ നേരെ എല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചൂടിന് ആൾക്കാർ തുണി വെച്ചിട്ട് ഓടേണ്ടി വരുമല്ലോ പുറത്തേക്ക്. ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് ആൾക്കാർ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഇവിടെ കിടന്നു ഉറങ്ങി, നല്ല സുഖമായിട്ട് കിടന്നു ഉറങ്ങി. ഇസ്ലാമിൻ്റെ വീട്ടിൽ കിടന്നു ഉറങ്ങി. ഇന്ന് നേരം വെളുത്ത് ഞാൻ റെഡിയായി പോകാൻ, ഇന്ന് എവിടെയൊക്കെ പോകാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. കണ്ടു പരിചയമുണ്ട്. ഫിലാഫിൽ ഇത് ഇന്നലെ കഴിച്ച മുട്ട, ചിപ്സ്, അരിശുനു ഫൂൾ. അപ്പൊ ഇത് നമ്മളെ ബൈറൂത്തിൽ കിട്ടുന്നില്ല, ബൈറൂത്തിൽ കിട്ടുന്ന ഫൂള്.
ഫിലാഫിൽ അത്ര അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കുബൂസും. അപ്പോൾ കഴിക്കട്ടെ. ശേഷം ഇവൻ്റെ ഇവിടുത്തെ തന്തയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൻ്റെ കമ്പനി ഇവൻ്റെ കച്ചവടം ചെയ്ത സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാം. ഇസ്ലാമിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇസ്ലാമിൻ്റെ വീട് എന്ന് പറയുന്നത് 4ാമത്തെ നിലയിലാണ്. 1, 2, 3, 4 അങ്ങനെ 4ാമത്തെ നിലയിൽ. ഇപ്പോൾ സാധനങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് കുറ്റിയൊക്കെ വാങ്ങിച്ചാൽ മേലെ കയറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ലിഫ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, ഷീലിലൊക്കെ അടുപ്പിച്ചിരിക്കുകയാണ്. റിമോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി വരും. താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തും. അപ്പോൾ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാർക്ക് അവിടെ വെച്ച് കൊടുക്കുക, ബട്ടൺ നിൽക്കും, നേരെ മേലോട്ടൊക്കെ പോകും. അത്തരത്തിലുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഇസ്ലാമിൻ്റെ മൂക്ക് മാൽ ഇസ്ലാം. ബുദ്ധി അവൻ്റെതാണ് ബുദ്ധി. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ, ചില ആൾക്കാർ ഈ വീട്ടിൽ ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളിലൊക്കെ ചെയ്യാറുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ്ലാമിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച ശേഷം ഞാനും ഇസ്ലാം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ഇസ്ലാമിൻ്റെ സ്ഥാപനത്തിലോട്ടാണ്. ഏകദേശം നമ്മുടെ ഇസ്ലാമിൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ്. നല്ല വലിയ പാടവും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഈ ഗ്രാമപ്രദേശത്തിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുതിരപ്പുറത്ത് പോകുന്ന ആൾക്കാരും ഒട്ടകത്തിൻ്റെ പുറത്ത് പോകുന്ന ആൾക്കാരും കഴുതപ്പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത്തരത്തിൽ വലിയ ഹൈവേ റോഡുകളും 2 ലൈൻ റോഡുകളും എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പുതിയ മോഡേൺ ഫെസിലിറ്റീസും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 ദിവസമായി. കെയറോയിൽ നിന്ന് ഇപ്പോൾ തന്തയിലേക്ക് എത്തിയിട്ട് ഇതുവരെയായിട്ട് ഇവിടെ യാചകരോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. വളരെ അത്തരത്തിൽ ഈ ഒരു കാര്യത്തിലൊക്കെ ഈജിപ്ത് കുറച്ചുകൂടി ബെറ്റർ എടുത്തത്. യാചകരൊക്കെ വളരെ കുറവാണ്. ഈ കാണുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. തന്ത യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബോർഡ് കാണുന്നത് തന്ത യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ മുമ്പിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റെയിൽവേ ട്രാക്ക്. അവിടെ ക്ലോസ്ഡ് ഒന്നുമല്ല, നമുക്കിങ്ങനെ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും ട്രാക്ക്. ട്രെയിനൊന്നും വരുന്നില്ല. തന്തയിലൂടെ ഇതിപ്പോൾ അലക്സാണ്ട്രിയ കൈറോയിലൊക്കെ പോകുന്ന ട്രെയിൻ. അത് ഇത്രയും ഓക്കെ. ഇത് തന്ത മൻസൂറ പോകുന്ന ഇതാണിത്. ട്രെയിൻ വെറുതെ തന്ത മൻസൂറ അങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇതിലൂടെ പോകുന്ന ട്രെയിനുകൾ. നമ്മളെ നാട് പോലെ തന്നെ ഗേറ്റിൻ്റെ മണിശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ട്രെയിൻ വരുന്നതിന് മുമ്പ്, ഗേറ്റ് അടക്കുന്നതിന് മുമ്പായിട്ടുള്ള മണിശബ്ദം. ഇപ്പോൾ ട്രെയിൻ ഇതിലൂടെ പാസ് ചെയ്ത് പോകും. മുമ്പ് ഖത്തറിൽ വെച്ച് ഞാൻ ഇസ്ലാം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ 2 പേരും സെയിൽസിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അതിനുശേഷം ഇസ്ലാമൻ ഖത്തറിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ അവൻ്റെ ഈജിപ്തിലോട്ട് വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിച്ച്. അപ്പോൾ അവൻ ചെയ്യുന്ന ബിസിനസ് എന്ന് വെച്ചാൽ കൈത്തറി ബിസിനസ്. അതായത് നമ്മുടെ നൂലൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഫാക്ടറി കൊണ്ടുപോയിട്ട് ബെഡ്ഷീറ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട്, വലിയ ഷീറ്റ് രൂപത്തിലാക്കിയിട്ട് അത് ഹോൾസെയിലായിട്ട് വിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാപനമാണ് ഇവിടെ കാണിക്കുന്നത്. അത്തരത്തിലുള്ള റോളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഇത്തരത്തിൽ ഈ ബെഡ്ഷീറ്റ് റോളാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതാണ് ഇവൻ്റെ ബിസിനസ് നടന്നത്. ഇതിൻ്റെ ഫാക്ടറി അല്ലെങ്കിൽ ഒരു സ്റ്റോറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന് ശേഷം നമ്മൾ പോയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് സ്റ്റോർ മാത്രം. വെള്ളിയാഴ്ച ജുമയുടെ സമയമായി. അങ്ങനെ കടൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ്. അവൻ്റെ കടൻ്റെ അടുത്തും ഈ ഒരു റെസിഡൻസ് ഏരിയ ആയിട്ടുള്ള ചെറിയൊരു പള്ളിയിലാണ്, നോർമൽ പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിലോട്ട് പോയിട്ട് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പള്ളി ഒരു സാധാരണ നമ്മുടെ നാടൻ പള്ളി എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ടുള്ളൊരു പള്ളി. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ കാണുന്നില്ല മയ്യത്ത് കട്ടില. അതേപോലെ തന്നെ ആ കട്ടിൽ വരെ അവിടെ ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന മയ്യത്ത് കട്ടിൽ വരെ അവിടെ ഉണ്ട്. വലിയ തിരക്കുമില്ല, അല്ലെങ്കിൽ സിമ്പിളായിട്ട്. നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ എല്ലാ പള്ളിയിലും AC ഉണ്ട്. ഇവിടെ AC ഒന്നുമില്ല. ചെറിയ സിമ്പിൾ നോർമൽ ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള അടങ്ങിയ ചെറിയ സാധാരണ പള്ളി. آمين آمين آمين. അങ്ങനെ പള്ളി കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിലോട്ട് കയറുകയാണ്. വീണ്ടും യാത്ര പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കണം. കാരണം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:45. شنو أكل؟ اليوم شنو أكل؟ مكبوس. അപ്പോൾ റൈസ് رايس عند ميت. ഓക്കെ. കുറേ ദിവസമായി ചോറ് കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് മീറ്റ്, അതായത് ബാർബിക്യൂ ചെയ്തിട്ടുള്ള ഇത് റൈസ്. അപ്പോൾ അത് കഴിക്കണം. 1:45 2 മണി ആറായി. അപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് പോവാണ്, തിരിച്ചു പോവാണ്.
سمسم ميت اوكي بس صغير كده. كبير، شوف كبير اهو. كبير داخل فيه بقى زياده. ممكن كم نفرات 3-4 كده. اوكي. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മയ്യത്ത് ഇവിടെ ഇത്തരത്തിലാണ് ഓരോരോ റൂം പോലെയാണ്, അറകൾ പോലെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഒരു ഫാമിലിക്ക് ഒരു കുറച്ച് കാശുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വലിയ സ്ഥലം വാങ്ങിച്ചിട്ട് ആ ഒരു കെട്ടി പൊക്കിയിട്ട് ആ ഫാമിലിൻ്റെ കുടുംബത്തിലെ മയ്യത്ത് മൊത്തം ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് വെക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് ഈജിപ്തിൽ. പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇസ്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അവൻ്റെ ഫാക്ടറി കാണിക്കാനാണ്. അതായത് പ്രൊഡക്ഷൻ, ഈ ഒരു നൂല് കൊണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടാക്കി മാറുന്ന പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് വന്നിരിക്കുക. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീടും അവിടെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ഖബർസ്ഥാനത്തിന് അതിലൂടെ സൈഡിലൂടെ നമ്മൾ പോകണം. അവിടെ സൈഡിൽ കാണുന്ന പാടാണിത്. അപ്പോൾ പാടത്തിൻ്റെ സൈഡിലോട്ട് പോയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് മെഷീന് നൂല് അത് ബെഡ്ഷീറ്റായിട്ട് മാറുക അല്ലെങ്കിൽ തുണിയായിട്ട് മാറുന്ന രീതിയിലാണ് ഇവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഫാക്ടറി ഇതൊന്നും ഇവൻ്റെ സ്വന്തമല്ല, ഇവനായിട്ടുള്ള വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഇവൻ്റെ സ്വന്തം എന്ന് പറയുന്നത് ആ നൂലുകൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് മെഷീൻ വെച്ചിട്ട് വാടകയ്ക്ക് മെഷീൻ എടുത്തിട്ട് അത് ബെഡ്ഷീറ്റായിട്ട് മാറ്റും. ആ ബെഡ്ഷീറ്റ് ഇവൻ റോൾ ചെയ്തിട്ട് കടകളിലേക്ക്, അതായത് ഇവൻ്റെ ഹോൾസെയിലായിട്ട് ഇവൻ വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഇവൻ്റെ ബിസിനസ്. ഈ കാണുന്നതൊക്കെ ഈ മൊത്തം ഈ നൂൽ ചെയ്യുന്നത് ഇതൊക്കെ റെൻറ്റിനെടുത്ത മെഷീനുകളാണ്. അത്തരത്തിൽ കൊണ്ടുവന്നിട്ട് ഇവൻ ചെയ്യുകയാണ്. رول ده اول، بعدين ترتيب رول ترسم اول. علوم يروح في مدبغه، بعدين ترتيب، بعدين يجي رول تكتب لوكال من انديا اور تشاينا. انديا في عادي صورك وانت بتشرح حاجات. انديا في ولا ما في؟ كثير في. ഗ്രാമവാസികളാണ്. ഇതാണ് നമ്മുടെ ബസ്യൂരി, ഇസ്ലാമിൻ്റെ വേണ്ടപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെ പറയുന്നത് ഓരോരോ കാഴ്ചകൾ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത്. പുള്ളിക്ക് ഒരു തരി പോലും ഇംഗ്ലീഷ് അറിയില്ല. എനിക്കാണെങ്കിൽ ഇവരുടെ സംസാരം ചിലതൊന്നും മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എന്നാലും തപ്പിപ്പിടിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൂപ്പറുടെ ലൈസൻസ് എല്ലാം കാണിച്ചതുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഖത്തറിൽ വേണം ഡ്രൈവ് ചെയ്യാനും ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ജോലി നോക്കിയതൊക്കെ പറഞ്ഞു പോയിട്ട് നോക്കാനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗ്രാമവാസിയായിട്ട് ഞാനും ഇരിക്കുകയാണ്. കുറച്ച് മോഡേൺ ആയിക്കുന്നുള്ളൂ. ജലബിയ ഇട്ടിട്ട് ഞാനും പക്ക ജലബിയ നല്ല ഇവരുടെ സംസാരം കേട്ട് പഠിച്ച അറബിയൊന്നുമല്ല. പ്രത്യേക ശബ്ദമാണ്, മനസ്സിലാക്കാൻ കഴിയില്ല. നല്ല വയലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വയൽ ഇവിടെ ഉണ്ട്, ആ സൈഡിലുണ്ട്. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വയലുണ്ട്. ഈ ഫാക്ടറി കിടക്കുന്ന ആ ഒരു സ്ഥലത്താണ്, അവിടെ ആയിട്ടാണ് ഫാക്ടറി ഉള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. ഇവൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കണ്ട ശേഷം തിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഖബർസ്ഥാനത്തിൻ്റെ മുമ്പിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം ഓരോ ഖബറുകളും ഓരോരോ എന്താ പറയാൻ ബോക്സ് പോലെയൊക്കെ ആക്കിയിട്ടാണുള്ളത്. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് ഖബർ വെക്കുന്ന പോലെ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഖബറുകൾ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, വളരെ വ്യത്യാസമാണ്. നാടായിട്ട് സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ഖബർസ്ഥാനങ്ങളൊക്കെ കാണുന്നത്. ഒന്നും പറയട്ടെ, ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. 5 മണിയായി വൈകിട്ട്. പോകുന്നിടത്തൊക്കെ ജ്യൂസ് കുടിച്ചു അത്ര. അതായത് ഇവൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കണ്ടു, ചുറ്റിക്കറങ്ങിയിട വന്നു. അതുപോലെ ഈജിപ്തിൽ പവർ കട്ടുണ്ട് കേട്ടോ. ഈജിപ്തിൽ എന്ന് വെച്ചാൽ തണ്ടയിൽ ഇവിടെ പവർ കട്ടുണ്ട്. ഇപ്പോൾ പവർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കറണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ വന്ന സമയത്ത് ഇവർ രാത്രി ഞാൻ ഡ്രസ്സ് അലക്കാൻ കൊടുത്തായിരുന്നു. വാഷിംഗ് മെഷീനിൽ നടപ്പം അവരൊക്കെ അലക്കി ഒതുക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്താ നല്ല സ്വീകരണം നോക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഫുഡ് കഴിക്കണം. ഇസ്ലാമിൻ്റെ ഇളയ മോനാണ്. കെഫാലക് عرفت أمس شوف صح كيف حالك زين ഫുഡ് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഫുഡ് കഴിക്കണം. അതിനുശേഷം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം. 5 മണിയായി. അതിനുശേഷം നേരെ ഇവിടുന്ന് ബസ് എടുത്തിട്ട്, അതായത് വാനിലുള്ള ബസ് എടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് അലക്സാണ്ട്രിയയിലാണ് ഇന്ന് താമസം. അവിടെ താമസിച്ചിട്ട് നാളെ അലക്സാണ്ട്രിയ കറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. مية شيل
كده 100 100 ها شوف. كده 100 100 ഇതേ ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ടുണ്ട്. അത് ശരി റൈസ്. هتقعد ساكت مش هتقعد تعمل لنا قلق. ഞാൻ ചോറിൻ്റെ പോലെ ചിപ്സും കഴിക്കുന്നുണ്ടാ. شنو هذه اسمها؟ مغاري؟ ايوه شيء بخاري. مكبوس مخبوز. اوكي. أيوة. شنو كفتة؟ كفته ولحمه ലഹമ. ഓക്കെ. ميت ميت. വെജിറ്റബിൾ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് ലഞ്ച്. അങ്ങനെ ഉച്ചത്തെ ഭക്ഷണത്തിന് ശേഷം 2 സുലൈമാനിയും കിട്ടി. അതും കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇന്നലെ കൊടുത്തായിരുന്നു അലക്കാൻ. അങ്ങനെ അലക്കിയിട്ട് അത് മടക്കി വിളിച്ച് നല്ല വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിന് നമ്മൾ പണ്ട് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മലയാളികൾക്ക് പറയും ഇതെന്താണ് ഇവൻ വൃത്തിയില്ല അല്ലെങ്കിൽ കുളിക്കാറില്ല മണക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഇവൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ വൃത്തി എന്നറിയാം. വീടൊക്കെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളായാലും മക്കളായാലും എല്ലാം നല്ല വൃത്തിയിലും വെടുപ്പിലാണ്. ഇസ്ലാമിന് 3 കുട്ടികളാണുള്ളത്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ 3 കുട്ടികളും ഫാമിലിയിൽ വൈഫിനെ ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. മജ്ലിസിൽ തന്നെയാണ് ഞാൻ ഇരിക്കാറും കിടക്കാറുള്ളത്. ബാത്റൂമിൽ പോകണമെങ്കിൽ അകത്തേക്ക് പോകും. ആ സമയത്ത് ഫാമിലിയിലേക്ക് വൈഫ് മാറി നിൽക്കും. ആ സമയത്ത് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരും. അത്തരത്തിലാണ്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം എല്ലാം വൃത്തിയും വെടുപ്പുള്ള ആൾക്കാർ ഡ്രസ്സൊക്കെ കണ്ടില്ല അലക്കിയിട്ട് മടക്കി നല്ല നീറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എനിക്ക് ഇമ്പ്രസ് ആയി. കാരണം ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്നുള്ളത്. കാരണം നമ്മൾ കണ്ടു പരിചയമുള്ള ഇസ്ലാമിന് അങ്ങനെയല്ല. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഇവരെ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ബാത്റൂമൊക്കെ പക്ക ക്ലീൻ. ഇസ്ലാമിൻ്റെ വീടാണ് കിടക്കുന്നത് ഈ ഫ്ലാറ്റ്. ഏറ്റവും മുകളത്തെ നിലയിലാണ് ഇസ്ലാമിൻ്റെ വീട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ പോകുന്നത് എവിടെയാണ്? ബസ് സ്റ്റേഷനിലേക്കാണ് നേരെ പോകുന്നത്, അലക്സാണ്ട്രിയയിലേക്കാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:15, രാത്രി 8:15. ഇസ്ലാമിൻ്റെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ച് നേരെ അലക്സാണ്ട്രിയയിലേക്ക് പോവാണ്. അവിടുത്തെ റൂം കൂടി കാണിച്ചു തന്നിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബസ് സ്റ്റേഷനിലാണ്. അതായത് മിനി ബസ്സുകൾ, പല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ. ഇപ്പോൾ ഇവിടെ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന ബസ്സിൻ്റെ സ്റ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. 37 ഗിനിയാണ് പറയുന്നത് അലക്സാണ്ട്രിയയിലേക്ക്. അതായത് തന്തയിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് 37 ഷെയറിംഗ് ബസ്സുകളുണ്ടല്ലോ നമ്മളെ അത്തരത്തിൽ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് അങ്ങ് പോകണം. അങ്ങനെ വേനിൽ കയറിയിട്ടുണ്ട്. 37 ഗിനിയാണ് ഒരു സീറ്റിന്. അപ്പം പെട്ടി മേലെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാം പറഞ്ഞു പെട്ടി മേലെ വെക്കണ്ട, ലാപ്ടോപ്പിലുള്ള. അങ്ങനെ 2 സീറ്റിൻ്റെ പൈസ കൊടുത്തിട്ട് 2 ആൾ ഇരിക്കേണ്ട, അതായത് ഫ്രണ്ടിൽ തന്നെ വണ്ടിയിൽ നമ്മൾ കയറിയെടുക്കില്ല ബസ്സിൽ, ബസ്സിൽ അത്തരത്തിൽ 2 ആൾ ഇരിക്കേണ്ട സീറ്റിൽ പൈസ കൊടുത്തിട്ട് വേണം പോകണം. സ്പെഷ്യൽ താങ്ക്സ് ടു ഇസ്ലാം. മസ്കൂർ حبيبي. ഈ ബസ് അലക്സാണ്ട്രിയയിൽ എത്തി തോന്നുന്നു. അലക്സാണ്ട്രിയ ഏതൊരു ഭാഗത്ത്. ഇവിടെ നിന്നും ഇനി അങ്ങോട്ട് പോകാനുണ്ട്. കുബ്രിസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഈ ആ ഒരു ഏരിയയിലാണ് എൻ്റെ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വീണ്ടും മറ്റൊരു ബസ്സിലോട്ട് കയറണം, അതായത് മിനി ബസ്സിലോട്ട് കയറണം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്ന് ചെന്നിട്ട് ആ ഒരു പരിസരത്താണെങ്കിൽ നടന്നിട്ട് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ മോട്ടോർ സൈക്കിളിൽ ടാക്സി പോവാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ 2ാമത് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. രാത്രി ഇപ്പോൾ സമയം 11:30 മണിയായി. വാന് പരിപാടി അടിപൊളിയാണ്. 7 ഗിനിയാണ് വന്നത്, അതായത് 1 റിയാലിന് താഴെ. ആ സ്റ്റേഷനിൽ ഇവിടെ എത്തിയത്. ഇവിടെ അടുത്താണ് ഹോട്ടൽ കാണിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിവിടെ ഇറങ്ങി, കുറച്ച് നടക്കാനേ ഉള്ളൂ. ഏതായാലും നൈറ്റ് ലൈഫ് അലക്സാണ്ട്രിയയുടെ നൈറ്റ് ലൈഫ് വേറെ ലെവലാണെന്ന് തോന്നുന്നു. കേരളക്കാട്ടി സൂപ്പറാണ്. കാരണം ഈ ഒരു ഭാഗം കാണുന്നത് നമ്മുടെ ഖത്തറിലെ കോർണിച്ച് പോലെയാണ്, കടലാണ് കാണുന്നത്. അപ്പോൾ റൂമിലോട്ട് പോയിട്ട് ചെക്കിങ് ചെയ്തിട്ട് ബാഗെല്ലാം വെച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങണം. കാരണം നാളെ രാത്രി ചിലപ്പോൾ കൂടെ ഞാൻ പുറത്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ നൈറ്റ് ലൈഫ് ആസ്വദിക്കണം. കാരണം 12 മണി എന്ന് പറയുന്നത് നാട്ടിലെ ഒരു 7 മണി 8 മണി പോലെയാണ്. ആൾക്കാർ അത്രക്കും പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ ബാഗൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട് തിരിച്ചൊന്ന് വരണം. ഈ അലക്സാണ്ട്രിയ ഒന്ന് നൈറ്റ് ലൈഫ് ഒന്ന് ആസ്വദിക്കണം. ഇവിടെ ഒരാളെ വണ്ടിക്ക് പോലീസ് ലോക്കിട്ടുണ്ട്. നോ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. അവിടെ ലോക്കിട്ടിരുന്നത്. ഇവിടെയാണ് ഞാൻ ബസ് ഇറങ്ങിയത്, ഈ ഒരു ഭാഗത്തായിട്ട്. കടൽ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. കാലാവസ്ഥ എന്ന് വെച്ചാൽ കൈറോനെക്കാട്ടിയും വേറെ ലെവൽ കാലാവസ്ഥയാണ് അലക്സാണ്ട്രിയയിലുള്ളത്. നല്ല കാറ്റ് എന്ന് വെച്ചാൽ അടിപൊളി കാറ്റ്. ഈ കാണുന്ന കടലാണ്, ഈ ഭാഗത്തൊക്കെ കടലാണുള്ളത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് ഈ ബസ് ഇറങ്ങിയെടുത്ത് റൂമിലോട്ട്. 15 ഗിനിയാണ് കാണിച്ചത്.
ബൈക്കുകാരൻ 19 വെച്ച് 19 അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് കൊണ്ട് ബൈക്ക് എത്തുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് 5 മിനിറ്റുള്ള ദൂരമേ ഉള്ളൂ. എവിടെയാണ് കാണിക്കുന്നത് ലൊക്കേഷൻ? ഇവിടെയാണ് ഗേറ്റിലെന്ന് പറഞ്ഞത്. ബാബു എവിടെയാണെന്ന് പറഞ്ഞത്. അലക്സാണ്ടർ ഇത് തന്നെയാണോ? എനിവേ ചോദിച്ചു നോക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഡോർമെട്രിയാണ്. 6 പേർക്ക് കിടക്കാവുന്ന രീതിയിലുള്ളത്. 6 പേരുണ്ടോ 5 പേരുണ്ടോ 4 പേരുണ്ടോ എന്നറിയില്ല. അവിടെ പോയി നോക്കാം. ഏകദേശം 12 മണി കഴിഞ്ഞു. 12 ആയി. രാവിലെ 6 മണി 7 മണി ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യുകയും ചെയ്യുമല്ലോ. പിന്നെ ഇതിന് വെറുതെ എടുക്കുന്നത് റൂം. അതുകൊണ്ട് ഡോർമെറ്ററി എടുത്ത് 35 റിയാലാണ് കാണിച്ചത്, ഖത്തർ റിയാൽ. നേരത്തെ കണ്ട ഗേറ്റ് തന്നെയാണ്. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. 12 മണിയാണ്. ബെല്ലടിച്ച് തുറന്നു. അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഒരു പൂളൊക്കെ ഉണ്ട്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കുള്ളിൽ പോയിട്ട് ചെക്കിങ് ചെയ്യാം. റിസപ്ഷനിൽ പൈസയൊക്കെ കൊടുത്തു. ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാർഷ്യൽ പേയ്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തു. ബാക്കിയുള്ള പൈസയൊക്കെ കൊടുത്ത് ഇപ്പോൾ റൂമിലോട്ട് പോവാണ്. 6 പേരായിട്ട് താമസിക്കുന്ന റൂമാണ്. പക്ഷേ കുറച്ച് ആൾക്കാരുള്ളൂ. 6 ആൾക്കാർ ഫുള്ളില്ലാന്ന് പറഞ്ഞു. ഇതാണ് റൂം. Now it looks empty. No, it's not empty. You have no Yeah. in the room. So this is my bed, right? Yeah, and you can charge your phone here. Okay, If you thank want you. to have a lamp. Very good. Okay. And your lock is like from Kamal. ചെറിയ ലോക്കറുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. It's down here. വെരി നൈസ്. ഓക്കെ ഗുഡ്, താങ്ക് യു. ഒരു ടവലും തരും. ആക്ച്വലി സംഗതി സെറ്റപ്പാണ്. ഇങ്ങനെ എന്താ പറയുക, ഡോർമെറ്ററി എടുത്താൽ മതി. ചെറിയ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പറ്റും. ഞാൻ ഇതുവരെ 3 നൈറ്റ് സ്റ്റേ ചെയ്തു കയറി. അതിൽ 1 ഇസ്ലാമിൻ്റെ വീട്ടിൽ 2 ദിവസം താമസിച്ചത് സിംഗിളായിട്ട്. ഇന്നാണ് ഡോർമെറ്ററി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് അലക്സാണ്ട്രിയ എത്തുന്നവരുള്ള വീഡിയോ ആണ്. ആ ഡോർമെറ്ററിയിൽ ഞാൻ ഉൾപ്പെടെ ബാക്കി ആരൊക്കെയോ ഉണ്ട്. ആരുടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടിയൊക്കെ കാണാം. ആ ഒരു ഡോർമെറ്ററിയിൽ എത്തി ഇതാ താമസിക്കാൻ പോവാണ്. അതിന് മുമ്പ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോയുടെ അടുത്ത ഭാഗം മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം. ബാക്കി നാളത്തെ പകലിൻ്റെ കാഴ്ചകൾ. കാരണം ഈജിപ്തിൽ വന്നു കഴിഞ്ഞാൽ ഉറക്കൊക്കെ പോയിട്ടോ, ഉറക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം നൈറ്റ് ലൈഫ് ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുന്ന സമയത്ത് പിന്നെ എവിടെയാണ് ഉറങ്ങാൻ? ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. അതിന് മുമ്പായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തെ കാഴ്ചകൾ വരും. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.